പ്രശാന്തേട്ടാ, വരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ വഖഫ് ബിൽ പാസ്സാകുമോ? കാരണം BJPക്ക് അതിൽ വലിയ താല്പര്യമില്ലെന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ ചർച്ചകളുണ്ടായിരുന്നു പാസ്സാക്കുന്നു എന്ന രീതിയിലുള്ളത്. അങ്ങനെ ഈ സമ്മേളനത്തിൽ അങ്ങനെ ഒരു ബില്ല് പ്രതീക്ഷിക്കാമോ? ബില്ല് പാസ്സായില്ലെന്തു? ബില്ല് പാസ്സായില്ലേലും ഒന്നുമില്ല. കാരണം ഇതിനകത്ത് വലിയൊരു നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല BJP. ഇപ്പോൾ നമുക്ക് മനസ്സിലാവുമ്പോൾ BJP വളരെ കാലേ കൂട്ടി കാര്യങ്ങൾ തീരുമാനിച്ചു പോകുന്നു എന്നാണ് നമുക്ക് ഓരോ കാര്യത്തിലേക്കും അടുത്ത് ഇടപെടുമ്പോൾ മനസ്സിലാവുന്നത്. കഴിഞ്ഞ ദിവസം ശ്രീത് ശ്രദ്ധിച്ചാണ് ഒരു കുത്ത് കേസ്. ആ കുത്ത് കേസിൻ്റെ പുറകിൽ വന്നു 15,000 കോടി രൂപയുടെ പ്രോപ്പർട്ടി, എനിമി പ്രോപ്പർട്ടി ഗവൺമെൻറ്റിന് പിടിച്ചെടുക്കാമെന്ന് കോടതി തീരുമാനമായെന്ന് പറഞ്ഞു. അന്നേരം ഒന്നല്ല നമ്മൾ ഈ എനിമി പ്രോപ്പർട്ടിയെ പറ്റി ഒക്കെ ഒന്ന് വിശകലനം ചെയ്യാൻ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. എനിമി പ്രോപ്പർട്ടി എന്തുവാ? ശരിക്കും ഈ വഖഫ് നിയമത്തിൻ്റെ കാര്യം അതുപോലെ പ്രശ്നങ്ങൾ വന്നപ്പോഴും ചർച്ചകൾ വന്നപ്പോഴുമാണ് സാധാരണക്കാരുടെ ഇടയിലേക്ക് വഖഫ് ബോർഡ് ഇതൊക്കെ ഉണ്ടോ, ഇങ്ങനെയൊക്കെ നിയമം ഉണ്ടോ എന്നൊക്കെ നമ്മൾ ഉൾപ്പെടെ ഉള്ളവർ, അല്ലാതെ നമ്മളതിനകത്ത് വലിയ പാണ്ഡിത്യമുള്ളവരാണെന്നും പറയുന്നില്ല. കാരണം നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. ശ്രദ്ധയിൽ വരാതെ തന്നെ സാധാരണ ജനങ്ങൾ ഉൾപ്പെടെ എന്താണ് വഖഫ് എന്ന് അറിഞ്ഞു. സാധാരണ ജനങ്ങൾക്കല്ല ശ്രീത്തെ, ഒരുമാതിരി അറിവുള്ളവർക്ക് പോലും അറിയത്തില്ലായിരുന്നു. കാരണം ഒളിച്ചു കടത്തുമായിരുന്നു. ആ നിയമത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. കാരണം പ്രോപ്പർട്ടികൾ കയ്യിലാക്കുന്നു, അത് ആരും അറിയാത്തതായതുകൊണ്ട് ആരും ശ്രദ്ധിക്കുന്നില്ല. പിന്നെ അറിഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ തന്നെ ഇതിൻ്റെ നിയമം വന്നപ്പോൾ ഇവിടെ മുസ്ലിങ്ങൾ അതിനകത്ത് ഇടപെട്ടു. വഖഫ് നിയമം ഭേദഗതി ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ സംഘടനകൾ ഇടപെടുന്നു, മതസംഘടനകൾ ഇടപെടുന്നു, നമ്മുടെ ജയിൽ നിറയ്ക്കൽ സമരം. അതിൻ്റെ കൂടെ നമുക്ക് ചർച്ച ചെയ്യാവേണ്ടി വന്ന മുൻപത്തെ ഒരു വിഷയമാണ്. സുരേഷ് ഗോപി ഇടപെട്ടപ്പോഴാണ് മുൻപത്തെ വിഷയം എത്രയോ കാലം കൊണ്ട് കിടക്കുന്നു. അപ്പോൾ ഇതുപോലെ ചില കാര്യങ്ങൾ നമ്മൾ അറിയാതെ പോകുന്നു. അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന എനിമി പ്രോപ്പർട്ടിയുടെ കാര്യം ആർക്കും അറിയത്തില്ല. നമ്മളെന്നേരം തിരക്കിയപ്പോഴാണ് ഇതുപോലെ പാകിസ്ഥാനിൽ പോകുന്നവർ, അല്ലെങ്കിൽ ഇവിടുന്ന് വിഭജന സമയത്ത് പാകിസ്ഥാനിൽ പോയുള്ള പ്രോപ്പർട്ടി ഇവിടെ കിടക്കുന്നു, അല്ലെങ്കിൽ ഈ ചൈനയിൽ പോയുള്ള പ്രോപ്പർട്ടി ഇവിടെ കിടക്കുന്നു. എനിമി പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ എനിമി രാജ്യങ്ങളായിട്ട് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുള്ള 2 രാജ്യം പാകിസ്ഥാനും ചൈനയുമാണ്. അപ്പോൾ അവരുടെ പ്രോപ്പർട്ടി ഇവിടം വിട്ട് അവിടെ ചേക്കേറിയിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ അവിടുത്തെ ആളുകളായി മാറിയിട്ടുള്ളവരും അവിടെ അംഗത്വം അല്ലെങ്കിൽ പൗരത്വം ഉള്ളവരുടെ പ്രോപ്പർട്ടി ഗവൺമെൻറ്റിൻ്റെ ഭാഗമാകുമെന്നാണ് എനിമി പ്രോപ്പർട്ടിയുടെ നിയമം. അത് 1968 നിയമം വന്നേക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഏതാണ്ട് 9,400 പ്രോപ്പർട്ടിയാണ് നിലവിൽ ഇത് പറഞ്ഞതുപോലെ ഗവൺമെൻറ് കണക്കാക്കിയിട്ടുള്ളത്. അതിനകത്ത് ഏതാണ്ട് 120 പ്രോപ്പർട്ടികൾ ചൈനയിൽ പോയിട്ടുള്ളവരുടെ, ബാക്കി ബഹുഭൂരിപക്ഷം വരുന്ന പ്രോപ്പർട്ടിയും ഈ ഇവിടുന്ന് പാകിസ്ഥാനിൽ പോയിട്ടുള്ളവരുടെ പ്രോപ്പർട്ടിയാണ്. പാകിസ്ഥാനിലോട്ട് നമ്മുടെ വിഭജന സമയത്ത് കുടിയേറിയിട്ടുള്ള പ്രോപ്പർട്ടി. ഏതാണ്ട് 40ഓളം കേരളത്തിലുണ്ട്. അതിനകത്ത് കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം ജില്ലകളുണ്ട്. നമ്മൾ 40ഓളം ഈ പ്രോപ്പർട്ടി ഇവിടെയും ഗവൺമെൻറ് വില്യൻസ് നോട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് എനിമി പ്രോപ്പർട്ടി. 1968 എനിമി പ്രോപ്പർട്ടി ബില്ല് ഇവിടെ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് അങ്ങനെ ആ ബില്ലിനകത്താണ് നമ്മളീ പറഞ്ഞ എനിമി പ്രോപ്പർട്ടി എന്തുവാണെന്നുള്ള ഈ വിശദീകരണം വന്നേക്കുന്നത്. ആ പ്രോപ്പർട്ടി എങ്ങനെയായിരിക്കണം ഗവൺമെൻറ് ഭാഗമാകുന്നത്. 2016 ആര് പറഞ്ഞിട്ടില്ല, 2014 മോദി അധികാരത്തിൽ വന്നിട്ട് 2016 എനിമി പ്രോപ്പർട്ടി ബിൽ ഭേദഗതി ചെയ്തു. എനിമി പ്രോപ്പർട്ടി ബിൽ ഭേദഗതി ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പറഞ്ഞതുപോലെ ഈ അവിടോട്ട് പോയിട്ടുള്ള ആൾക്കാരുടെ ഭൂമി പിടിച്ചെടുക്കാം എന്നുള്ളതും, രണ്ടാമത് അതിനകത്ത് ഉള്ളൊരു ഭേദഗതി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുകൊണ്ട് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരുടെ, അതായത് ഇപ്പം PFIക്കാർ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരാണല്ലോ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരുടെ പ്രോപ്പർട്ടി കൂടി പിടിച്ചെടുക്കാം എന്നുള്ള ഇതായി. അത് എനിമി പ്രോപ്പർട്ടി എന്താണെന്ന് ഗവൺമെൻറ്റിന് തീരുമാനിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഇതിനകത്ത് വലിയൊരു അപകടമുണ്ട്. അപകടമെന്ന് പറഞ്ഞാൽ എനിമി പ്രോപ്പർട്ടി ഇപ്പം ഗവൺമെൻറ് ആണല്ലോ തീരുമാനിക്കുന്നത്. എനിമി പ്രോപ്പർട്ടി ഗവൺമെൻറ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇപ്പം ശ്രീത്തിൻ്റെ പ്രോപ്പർട്ടി എനിമി പ്രോപ്പർട്ടി ശ്രീത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. റെക്കോർഡ്സ് എല്ലാം ഉണ്ട്. ശ്രീത്ത് ഗവൺമെൻറ് അത് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് നേരത്തെ ഇവിടുന്ന് ഇന്നാൾ പാകിസ്ഥാനിൽ പോയതാണ്, ശ്രീത്തിന് തന്നിട്ട് പോയതാണ്. ശ്രീത്ത് അത് കൈകാര്യം ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ നോട്ടീസ് വരും, അത് ഇതാവും. അപ്പം ഗവൺമെൻറ് പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ശ്രീത്തിൻ്റെ പ്രോപ്പർട്ടി എനിമി പ്രോപ്പർട്ടിയിലുള്ള പ്രോപ്പർട്ടി ആണെന്ന് വെച്ചാൽ ശ്രീത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് ഗവൺമെൻറ് കണ്ടുകെട്ടിക്കഴിഞ്ഞാൽ ശ്രീത്തിന് ക്ലെയിം ചെയ്യാനൊക്കത്തില്ല. ക്ലെയിം ചെയ്യാൻ കോടതി പോകാനൊക്കത്തില്ല. ക്ലെയിം ചെയ്യണമെങ്കിൽ ആഭ്യന്തരമന്ത്രിയായിട്ട് ക്ലെയിം ചെയ്യണം. അത് അമിത്ഷാ എടുത്ത് പോകണം. അമിത്ഷാ തീരുമാനിക്കണം ഇതിനകത്ത് ശ്രീത്ത് പറയുന്നതിനകത്ത് ന്യായമുണ്ടോ, ന്യായമില്ലയോ, അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കണമെന്ന് വേണ്ടത്. ഇത് വലിയൊരു പ്രശ്നമായിട്ട് വരും. അപ്പം ഈ പറയുന്നത് പോലെ വഖഫ് ഭേദഗതി നിയമം അല്ലെങ്കിൽ 2013 വഖഫ് നിയമത്തിൻ്റെ കാര്യം അറിയാമല്ലോ, നോക്കുന്ന വസ്തു അവരുടെയാണ്. രണ്ടാമത് ഏറ്റവും വലിയൊരു കുരുക്ക് ഉണ്ടാക്കിയെന്ന് കൊടുത്തതെന്ന് പറഞ്ഞാൽ മുസ്ലിം അല്ലാത്തവരുടെ ഭൂമിയും വഖഫ് ചെയ്യാം. അതുകൊണ്ടാണ്
അതിൻ്റെ ഒരു ഗുണം നമ്മൾ വിചാരിക്കുന്ന അബദ്ധമല്ല. അപ്പം നമ്മൾ അന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ഇപ്പോഴും കേട്ടാലും വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ മുസ്ലിം അല്ലാത്തവരും മുസ്ലിമിന് വഖഫ് ചെയ്യുമെങ്കിൽ ചെയ്യട്ടെ, അതൊരു നല്ല പ്രവൃത്തിയല്ലേ. അപ്പം എത്ര കൊല്ലം പുറകോട്ട് വേണമെങ്കിലും ഭൂമി ക്ലെയിം ചെയ്യാമെന്നതിനകത്തുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് തമിഴ്നാട്ടിലെ 1500 കൊല്ലം പഴക്കമുള്ള ക്ഷേത്രവും ഹിന്ദു സമൂഹത്തിൻ്റെ പ്രോപ്പർട്ടിയും മൊത്തം ഞങ്ങളുടേതാണെന്ന് പറഞ്ഞു വെച്ചത്. അതുപോലെ ഇന്ത്യയിലെ പലയിടത്തും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ അവരുടെ, ഇപ്പം ഏറ്റവും അവസാനം കുംഭമേളയ്ക്ക് നടന്ന പ്രോപ്പർട്ടി അവരുടെ. ഇതൊക്കെ പറയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിയമത്തിനകത്ത് യാതൊരു റൈറ്റും ഇല്ല, ചുമ്മാ പറഞ്ഞാൽ മതി. അപ്പോൾ ഇതിനെയെല്ലാം മറികടക്കാൻ പറ്റുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ഇതിനൊക്കെ പ്രശ്നവും. അപ്പം ഇത് നിയമം അതോടൊപ്പം തന്നെ ഇരയായവരാണ് തെളിയിക്കാനുള്ളത്. അതെ ട്രൈബ്യൂണലിൽ മാത്രമേ തെളിയിക്കാനൊക്കത്തുള്ളൂ. മാത്രമല്ല ഇന്ത്യൻ ഭരണഘടനയെ വെല്ലുവിളിച്ചേക്കില്ലേ. ഇന്ത്യൻ ഭരണഘടനയെ സുപ്രീം കോടതിക്ക് പോലും ഇതിനെ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് പാർലമെൻറ്റ് പാസ്സാക്കി കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് NV പ്രോപ്പർട്ടി ബില്ലിൻ്റെ ഭേദഗതിക്കകത്തുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇപ്പം രാജ്യത്തിനെതിരെ മുമ്പേ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞതുപോലെ രാജ്യത്തിനെതിരെ നിൽക്കുന്നവൻ്റെ പ്രോപ്പർട്ടി കണ്ടുകെട്ടാം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പ്രോപ്പർട്ടി ഇവിടുന്ന് പോയ NV പ്രോപ്പർട്ടി ഏതൊക്കെയാണെന്ന് ഗവൺമെൻറ്റിന് മാർക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് അപ്പം ഇവർ പറയുന്നുണ്ടല്ലോ ഭേദഗതി വരുത്താൻ പാടില്ല, ഞങ്ങളുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ നിയമങ്ങളും അല്ലെങ്കിൽ ട്രൈബ്യൂണൽ നിയമങ്ങളും ഒക്കെ മാറ്റി കോടതിയെയും അല്ലെങ്കിൽ വേറെ വെളിയിൽ നിന്ന് ചില ആൾക്കാരെയൊക്കെ തീരുമാനിച്ച് അതിനകത്ത് മുസ്ലിങ്ങളുടെ പ്രോപ്പർട്ടി കൈയടക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണെന്നൊക്കെ പറയുമ്പോൾ ഈ NV പ്രോപ്പർട്ടിക്കകത്ത് കിടക്കുന്ന തീരുമാനങ്ങളെ ഒന്നും ചോദ്യം ചെയ്യാൻ ഇവർ ഈ അവകാശവാദം കൊണ്ട് നിൽക്കുമ്പോൾ അവർക്ക് നടക്കത്തില്ല. അതൊക്കെ പോട്ടെ, ഇനി ചോദ്യം ചെയ്യാതിരിക്കുന്നത് നമ്മുടെ വിഷയമല്ല. അപ്പം അപ്പം ഈ ഭേദഗതിക്കകത്ത് ഈ ഗവൺമെൻറ് മാർക്ക് ചെയ്തേക്കുന്ന വസ്തുക്കൾ ഉണ്ടാവുമല്ലോ. ഗവൺമെൻറ് മാർക്ക് ചെയ്തേക്കുന്ന വസ്തുക്കളായിട്ട് ഞാനീ പറഞ്ഞ പോലെ നമുക്കറിയാവുന്നത് ഇപ്പോൾ 10,000-ത്തിനകത്ത് അടുത്തുണ്ട്. വേറെ ഇനിയും മാർക്ക് ചെയ്യാനുള്ളതുണ്ടാവും, അല്ലെങ്കിൽ ഗവൺമെൻറ് വെച്ചിട്ടുണ്ടാവും. ഈ ഭൂമി ഗവൺമെൻറ് ഏത് സമയം വേണമെങ്കിലും കണ്ടുകെട്ടാം. അപ്പം ആ ഭൂമി ക്ലെയിം ചെയ്യാൻ ആർക്ക് പറ്റത്തില്ല, കോടതിയിലെങ്കിലും പോകാൻ പറ്റത്തില്ല, ആഭ്യന്തര മന്ത്രാലയത്തിനെ പോകാനൊക്കത്തുള്ളൂ. ഇത് നമ്മൾ എൻ്റെ ഫസൽ ഗഫൂറിനെ അറിയാം. ഫസൽ ഗഫൂർ ചർച്ചയ്ക്കകത്ത് പറഞ്ഞ അന്ന് ഈ വഖഫിൻ്റെ വിഷയം വന്നപ്പോൾ ഇവിടുത്തെ ഈ പ്രോപ്പർട്ടി വഖഫിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടുത്തെ ആൾക്കാർ കിടന്ന് ക്ലെയിം ചെയ്യുന്ന പോലുള്ള കാര്യമൊന്നുമില്ല. ഇവിടുത്തെ ഈ മുക്കാലും വഖഫിൻ്റെ, അതായത് 9 ലക്ഷത്തിനകത്ത് വരുന്ന ഈ പ്രോപ്പർട്ടി വഖഫിൻ്റെ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് വെളിയിൽ പാകിസ്ഥാനിൽ പോയിട്ടുള്ളവർ ഇവിടെ വഖഫ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അവരുടെ പ്രോപ്പർട്ടിയാണ്, അതിനകത്ത് വേറെ ആരും അവകാശവാദം ഉന്നയിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞാൽ ഇയാൾ ഘോരം പ്രസംഗിക്കുന്നത് നമ്മളെന്ന് കേട്ടോ. നമ്മുടെ മലയാളം ചാനലുകളൊക്കെ ചർച്ച ചെയ്യുന്നത് അത് തന്നെയാണ് പ്രശ്നം. ഇവിടുന്ന് പാകിസ്ഥാനിൽ പോയ പ്രോപ്പർട്ടി ഇവിടെ വേറൊരുത്തന് കൊടുക്കാൻ നിയമമില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ നിയമം എനിമി പ്രോപ്പർട്ടി ആക്ടിനകത്ത് വരുന്നില്ല. അങ്ങനെ വരുമായിരുന്നുണ്ടെങ്കിൽ 15,000 കോടി രൂപയുടെ കൊട്ടാരവും അല്ലെങ്കിൽ ഇത്രയും ഏക്കർ കണക്കിന് സ്ഥലവും കഴിഞ്ഞ ദിവസം ഈ പറയുന്ന നടന് നഷ്ടമാവത്തില്ലായിരുന്നു. അപ്പോൾ ഈ വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പരിശോധിച്ച് വരുമ്പോൾ എനിമി പ്രോപ്പർട്ടി ബില്ലിനകത്ത് വരുന്ന പ്രോപ്പർട്ടി തന്നെയായിരിക്കും ഏതാണ്ട് ഭൂരിപക്ഷം വരുന്ന വഖഫ് ഭൂമിയും. അത് ഇപ്പം നമുക്ക് ഓടെ നോക്കിയാൽ തന്നെ 70-75% വഖഫ് ബോർഡിൻ്റെ കയ്യിലിരിക്കുന്ന ഭൂമി NV പ്രോപ്പർട്ടി ബില്ലിൻ്റെ നിയമപ്രകാരം വരുന്നതായിരിക്കും. ഇനിയും കൂടുതൽ ആഴത്തിലിറങ്ങി പരിശോധിച്ചാൽ ഭൂമി ഒരു പക്ഷേ ഇപ്പം പിടിച്ചു വച്ചിരിക്കുന്ന ഭൂമി മൊത്തവും ഈ NV പ്രോപ്പർട്ടി ബില്ല് മുഖേന ഗവൺമെൻറ്റിൻ്റെ ഭാഗമാകുന്ന ഒരു രീതിയിലേക്ക് വരും. അതുപോലെ തന്നെ ഇനിയും മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞില്ല 40ഓളം പ്രോപ്പർട്ടി ഇവിടുത്തെ കണ്ണൂരും കാസർഗോഡും മലപ്പുറം ഉൾപ്പെടെയുള്ളിടത്ത് കേരളത്തിലുണ്ട്. ഇതിപ്പോൾ നോട്ടീസ് കൊടുത്തിട്ടുള്ളതേ ഉള്ളൂ, ഇത് പലരുടെയും കയ്യിലിരിക്കുക. ഇതുപോലെ ഈ ആഴത്തിൽ ഇവിടുത്തെ വിജിലൻസ് സംവിധാനം അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് സംവിധാനം പ്രോപ്പർട്ടി ഇവിടുന്ന് പോയവരുടെ പ്രോപ്പർട്ടി ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്, അത് ഏതൊക്കെ പ്രോപ്പർട്ടി ആണെന്ന് തിരഞ്ഞു പിടിച്ച് വന്നാൽ ഇവിടുത്തെ വളരെ കൂടുതലായിട്ടുള്ള വസ്തു മുസ്ലിങ്ങളുടെ കയ്യിലിരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ കയ്യേറിയിരിക്കുന്ന വസ്തു തിരിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും. വഖഫിൻ്റെ ഏതാണ്ട് 90 ശരിക്കും ഇടവിട്ട് കഴിഞ്ഞാൽ 100% വരുന്ന വസ്തുവും തിരിച്ചു കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരും. അപ്പം ഞാനീ പറഞ്ഞു വന്ന് വഖഫ് ഭേദഗതി നിയമം പാസ്സായില്ലെങ്കിൽ പോലും നാളെ കാലത്തെ വഖഫ് നിയമത്തിൽ കൂടി അവർ കയ്യേറാൻ വെച്ചിരിക്കുന്ന ഭൂമിയും അല്ലെങ്കിൽ ഇപ്പം അവരുടെ കൈക്കൽ ഇരിക്കുന്ന ഭൂമിയും പോലും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ എനിമി പ്രോപ്പർട്ടി ബില്ല് കൊണ്ട് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് വേറെ വലിയൊരു ഇപ്പോഴും കിടന്നു നിന്ന രാജ്യത്തിനെതിരെയും അല്ലെങ്കിൽ ഈ നമ്മുടെ ആഭ്യന്തര കലഹമൊക്കെ ഉണ്ടായിക്കൊണ്ട് നിൽക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ നമുക്കറിയാമല്ലേ, PFIക്കാരനെ അറസ്റ്റ് ചെയ്തു. PFIക്കാരൻ നേതാക്കന്മാർ ജയിലിലുണ്ട്. PFIക്കാരൻ്റെ പ്രോപ്പർട്ടി ഈ രീതിയിൽ ഗവൺമെൻറ് ഇതുവരെ നിയമപരമായിട്ട് കണ്ടിട്ടിട്ടില്ല. ഇതിനെപ്പറ്റി ഇവർക്ക് അറിയത്തില്ല. ഇപ്പോഴും ഈ പറയുന്ന PFIയുടെ ആൾക്കാർ SDP ഭാഗമായിട്ടൊക്കെ നിന്നുകൊണ്ട് രാജ്യവിരുദ്ധ ശക്തികളായിട്ട് ഇന്ത്യക്കകത്തു നിന്ന് ആഭ്യന്തര കലഹവും അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെയുള്ള പോരാട്ടവും ഒക്കെ നടത്തുന്നുണ്ട്.
ഇവരുടെ പിടിച്ച് ഈ പറയുന്നത് പോലെ ഇന്ത്യക്കെതിരെയുള്ള പോരാട്ടം അല്ലെ UAPA ഒക്കെ നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ ഇവരുടെ വസ്തുവകൾ ജാതിമത ഭേദമന്യേ ഉള്ളത്. അതിപ്പോൾ ഹിന്ദുവിൻ്റെ ആയാലും ഈ എനിമി പ്രോപ്പർട്ടി ആക്ടിനകത്ത് വരുത്താം, മുസ്ലിമിൻ്റെ ആണെങ്കിലും ജൈനൻ്റെ ആണെങ്കിലും ക്രിസ്ത്യാനിയുടെ ആണെങ്കിലും രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവൻ്റെ പ്രോപ്പർട്ടി ആ രീതിയിൽ കൊണ്ടുവരാൻ പറ്റുന്നൊരവസ്ഥയുണ്ട്. അപ്പം ഞാനീ പറഞ്ഞു വന്നത് 2016 ഈ നിയമം ഭേദഗതി ചെയ്ത് അത് ഫ്രീസറിൽ വെച്ചിരുന്ന് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് ഈ പറയുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത്. 10 കൊല്ലത്തിനിപ്പുറം അവർക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വന്നപ്പോൾ ഈ വഖഫ് ഭേദഗതി നിയമവും അല്ലെങ്കിൽ വഖഫ് ഭേദഗതിയുടെ പേരിൽ പല ഭൂമികളും അമ്പലങ്ങളും അല്ലെങ്കിൽ വളരെ കൂടുതലായിട്ടുള്ള നമ്മൾക്ക് ഓർമ്മ പോലും ഇല്ലാത്ത നൂറ്റാണ്ടുകൾ പോലും പഴക്കത്തിൽ ഹിന്ദുക്കളുടെ കയ്യിലും അല്ലെങ്കിൽ അവരുടെ കയ്യിലിരിക്കുന്ന അമ്പലങ്ങളും ഒക്കെ വഖഫിൻ്റെതാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ 2014 ഏറ്റവും ഭേദഗതി, അതായത് ഏത് പ്രോപ്പർട്ടിയും പിടിച്ചെടുക്കാൻ വേണ്ടി ഗവൺമെൻറ് അവർക്ക് തരപ്പെടുത്തി കൊടുക്കുന്ന ഭേദഗതി, അതായത് 1954 അല്ലേ 54 തോന്നുന്നു ആദ്യമത്തെ വഖഫ് നിയമം വരും. അതിനകത്ത് കോടതിക്ക് ഇടപെടാവുന്ന റൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. 1995 അത് വീണ്ടും കുറച്ചുകൂടെ നല്ല അവർക്ക് ഫേവറാക്കി കൊടുത്തു. 2013 ഏത് ഭൂമി അവരുടേതാണെന്ന് പറഞ്ഞാൽ മതി, പിന്നെ തെളിയിക്കേണ്ടത് ട്രൈബ്യൂണലിൽ ചെന്ന് തെളിയിക്കണം. സുപ്രീം കോടതിക്ക് പോലും ഇടപെടാൻ പറ്റാത്ത രീതിയിലേക്കുള്ള നിയമത്തിന് എതിരെ വരുന്നൊരവസ്ഥയുണ്ട്. അതായത് ഈ എനിമി പ്രോപ്പർട്ടി ബില്ലോടുകൂടി വഖഫ് ഭേദഗതി നിയമം പാസ്സായിട്ടാലും കുഴപ്പമില്ല, വഖഫിൻ്റെ കയ്യിലിരിക്കുന്ന ഭൂമി പോലും ഈ പ്രോപ്പർട്ടി ബില്ല് മുഖേന അതിൻ്റെ നിയമം അനുസരിച്ച് ഗവൺമെൻറ് ഇടപെടുമ്പോൾ അത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരും. അത്തരത്തിലൊരു കുരുക്ക് ഒരു പക്ഷേ ഇപ്പോഴും ഈ വഖഫിൻ്റെ ഭാഗമായിട്ട് നിന്ന് സംസാരിക്കുന്ന വഖഫിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർക്കും അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന മതസംഘടനകൾക്കും മുസ്ലിങ്ങൾക്കും ഒന്നും വ്യക്തതയില്ലാത്തതാണ്. നാളെ കാലത്തെ ഒരു പക്ഷേ ഇവിടുത്തെ പ്രതിപക്ഷവും ഈ പ്രതിപക്ഷമാണല്ലോ, കോൺഗ്രസ് ആണല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന വഖഫ് ഭേദഗതി പാടില്ല എന്ന് പറയുന്നതൊക്കെ മിണ്ടാതെ പോയിട്ട് അല്ലെങ്കിൽ അവരും കൂടി ഈ നിയമം ഭേദഗതി ചെയ്യുന്നതിന് നിന്നുകൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. ഏതായാലും ഈ 2016 ഉണ്ടാക്കി വെച്ച ഈ എനിമി പ്രോപ്പർട്ടി ആക്ടിൻ്റെ പരിഷ്കാരം അല്ലെങ്കിൽ അമെൻമെൻറ്റ് ഭേദഗതി വരുത്തിയത് വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയാണ്. ഈ പറയുന്ന റെയിൽവേയുടെ കയ്യിലും അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടി ഒന്ന് റെയിൽവേയുടെ കയ്യിലാണല്ലോ, ഒന്ന് നമ്മുടെ ഈ മൂന്നാമത്തെ സ്ഥാനമാണെന്ന് തോന്നുന്നു വഖഫിൻ്റെ അല്ലേ, വഖഫ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ പ്രോപ്പർട്ടി ഉള്ളതിൽ മൂന്നാമത് വരുന്ന വഖഫാണ്. ഈ പ്രോപ്പർട്ടി മൊത്തവും പോകുന്ന ഒരവസ്ഥയുണ്ട്. ഏതാണ്ട് 9 ലക്ഷം ഏക്കറിനകത്ത് ഭൂമിയുണ്ട്, 1 ലക്ഷം കോടി രൂപയ്ക്കകത്ത് ആസ്തി കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള സംഭവം മൊത്തം ഗവൺമെൻറ് ഭാഗമായിട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു നിയമമാണ് 2016 അല്ലെങ്കിൽ 1968 നിയമം ഭേദഗതി 2016 കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് വലിയൊരു മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ വലിയൊരു ചതിയാണ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് വലിയൊരു ചതി പറ്റിയെന്ന് അവർ ഇതിൻ്റെ ശരിയായ രീതിയിലുള്ളൊക്കെ നിയമം പഠിച്ചു വരുമ്പോൾ മനസ്സിലാവും. ഏതായാലും ഈ കുരുക്ക് അഴിക്കുന്നത് വലിയ പാടായിട്ട് വരും. ഇരിക്കുന്നതും ഇനിയും ഇപ്പം കയ്യിലിരിക്കുന്നതും അല്ലെങ്കിൽ കയ്യിലാക്കി വെച്ചിരിക്കുന്നതുമായുള്ള പ്രോപ്പർട്ടികൾ മൊത്തം ഗവൺമെൻറ് ഭാഗമായിട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.